ശ്രീയെ കാണാനില്ലല്ലോ. എത്ര നേരമായിട്ട് വെയിറ്റ് ചെയ്യുന്നു, ഫോൺ വിളിച്ചെടുക്കുന്നുമില്ല. അങ്ങനെ ആബ്സെൻ്റ് ആവാൻ മാത്രം വയ്യാണ്ടായി കാണോ? അറിയില്ല, ഒത്തിരി നേരം ഞാനും ട്രൈ ചെയ്തു, എടുക്കുന്നില്ല. നമുക്ക് എന്തായാലും ക്ലാസ്സിൽ കയറാം, ഇൻ്റർവ്യൂവിന് ഒന്നുകൂടെ വിളിച്ചു നോക്കാം. ശരിയാ, ഇതാ ബെല്ലടിച്ചു. ക്ലാസ്സിൽ കയറാം. ഇൻ്റർവ്യൂവിന് ഒന്നുകൂടെ നീ വിളിച്ചു നോക്ക്, ഞാനും ട്രൈ ആക്കാം. നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ. ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ട് അവൻ ഫോൺ എടുത്തില്ലെങ്കിൽ ഈവനിങ് ഞാൻ വീട്ടിൽ പോകുന്ന വഴിക്ക് അവൻ്റെ വീട്ടിലൊന്ന് കയറി നോക്കാം എന്താ അവസ്ഥയെന്ന്. ഓക്കെ ഋഷി, താങ്ക് യു. ക്ലാസ്സിൽ കയറാം. ഓ, ഇവിടേക്ക് എന്ത് ചൂടാ. ഋഷി ഒറ്റയ്ക്കേ ഉള്ളൂ. ഇതാ പറ്റിയ ടൈം, കാണിച്ചു തരാം. എടി ടെസ, നീ അറിഞ്ഞോ നമ്മുടെ ശ്രീ ഇന്ന് വരാത്തത് കൊണ്ട് സാക്ഷിക്ക് നല്ല മൂഡ് ഓഫ് ഉണ്ട്. ക്ലാസ്സിൽ മൊത്തം മൂഡ് ഓഫ് ആയിരുന്നില്ലേ, നീ ശ്രദ്ധിച്ചില്ലേ അത്? ഇന്ന് ക്ലാസ്സിൽ മൂഡ് ഓഫ് ആയിരുന്നു, ശ്രദ്ധിച്ചു. പക്ഷെ അത് ശ്രീ വരാത്തതുകൊണ്ടാണോ? സാറ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടും അവൾ ആൻസർ പറഞ്ഞില്ല. അതൊക്കെ ആദ്യത്തെ സംഭവമല്ലേ ക്ലാസ്സിൽ? ഇവരെന്തായി ഡിസ്കസ് ചെയ്യുന്ന? ശ്രീയും സാക്ഷിയും വെച്ചിട്ടാണല്ലോ പറയുന്നത്. അതാ എനിക്കും അതിശയമായി പോയത്. ക്വസ്റ്റ്യൻ ആൻസർ പോലും പറയാതെ അവൾ മൂഡ് ഓഫ് ആയിട്ടിരിക്കണമെങ്കിൽ അവൾ അത്രയും മിസ് ചെയ്യുന്നുണ്ടാവും ശ്രീയെ. അവർ തമ്മിലുള്ള കോംബോ അടിപൊളിയല്ലേ? അത് നീ പറഞ്ഞത് നേരാ. അവര് സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞാനും ശ്രദ്ധിക്കാറുണ്ട്. നല്ല മാച്ചാ. ഇവരൊക്കെ എന്തൊക്കെയായി പറയുന്ന? സാക്ഷിയും ശ്രീയും നല്ല മാച്ചാണെന്നോ? അവൾ എൻ്റെ പെണ്ണല്ലേ? ഇവരീ പറയുന്നത്. ഇന്നത്തേക്ക് ഇത്രയും മതി. ആശ നന്നായിട്ട് ആലോചിക്കുന്നുണ്ട്. ആലോചിച്ചോ. ക്ലാസ് കഴിഞ്ഞ് ഈ കോളേജ് ഫുള്ള് ഞാൻ നോക്കി, ഇവളിതെവിടെ പോയി? ഇനി ഈ ലൈബ്രറി കൂടെ ബാക്കിയുള്ളൂ. അതായിരിക്കുന്നത് സാക്ഷിയല്ലേ? ഹലോ മാഡം, എവിടെ വന്നിരുന്ന് എന്താലോചിക്കുക? ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? സോറി ഋഷി, ഞാൻ ഇങ്ങോട്ട് വരുന്ന നേരം നിന്നെ നോക്കിയായിരുന്നു, പക്ഷെ കണ്ടില്ല. അതൊക്കെ പോട്ടെ, എന്ത് പറ്റി? മുഖമൊക്കെ വല്ലാണ്ട്. നിനക്ക് വയ്യേ അതോ മൂഡ് ഓഫ് ആണോ? എനിക്കെന്താ മൂഡ് ഓഫ്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. സാക്ഷി, നമ്മൾ തമ്മിൽ ഇതൊക്കെ വേണോ? നിൻ്റെ ഫേസ് കണ്ടാലറിയാം നിനക്കെന്തോ വിഷമമുള്ള പോലെ. ഇനി ശ്രീജിത്ത് വരാത്തതുകൊണ്ട് നിനക്ക് സങ്കടമായോ? അതുകൊണ്ടാണോ നീ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്? എന്നോട് സത്യം പറ. ശ്രീയെ മിസ് ചെയ്യുന്നുണ്ട്. അവൻ നമ്മളെ ഫ്രണ്ടല്ലേ. പക്ഷേ അതല്ല, എനിക്ക്. എന്താടോ പറയേ. ശ്രീ അല്ലെങ്കിൽ പിന്നെന്താ ഈ മൂഡ് ഓഫിന് കാരണം? അത് ഋഷി, എനിക്ക് ഡേറ്റായി. നോർമലി എനിക്ക് ഡേറ്റ് വന്ന ഫസ്റ്റ് 3 days ഭയങ്കര പെയിനായിരിക്കും. സ്റ്റമക്ക് പെയിൻ സഹിക്കാൻ വയ്യാതെ ഞാൻ പെയിൻ കില്ലർ കഴിക്കും. എന്ന് ഞാൻ കൊണ്ടുവന്നില്ല. ഞാനതുകൊണ്ട് ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കരുതിയ. അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ എനിക്ക് മൂഡ് ഓഫ് ഒന്നുമില്ല. സാക്ഷി, ഇപ്പോൾ എങ്ങനെയുണ്ട് സ്റ്റമക്ക് പെയിൻ? നിനക്ക് പെയിൻ കില്ലർ വേണോ? ഞാൻ വാങ്ങിക്കൊണ്ട് തരാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയേ. ഹേയ് ഋഷി, ഞാനിപ്പോൾ ഓക്കെയാ. ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ടാബ്ലറ്റ് വാങ്ങിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഞാൻ കഴിക്കാം. ഞാനിപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി ഇങ്ങോട്ട് കയറിയതാ. എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നെ വിളിക്ക്. ഞാൻ പുറത്ത് തന്നെ ഉണ്ടാവും. നീ റെസ്റ്റ് എടുക്കുക. ഓക്കെ, നീ ക്ലാസ്സിലേക്ക് പൊക്കോ. ഈ ശ്രീ എന്താ ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്ത? എത്ര തവണ ഞാൻ ട്രൈ ചെയ്തു. ഇവനിത് എവിടെ പോയി കിടക്കുക? വയ്യെങ്കിൽ ഒന്നെടുത്ത് പറഞ്ഞൂടെ എനിക്ക് വയ്യ, ഞാൻ പിന്നെ വിളിക്കാമെന്ന്? മനുഷ്യനൊരു ടെൻഷൻ അടുപ്പിക്കാൻ വേണ്ടി. ഇനി ഞാൻ നിന്നെ വിളിക്കില്ല, നോക്കിക്കോ. സാക്ഷി, നിൻ്റെ കോൾസൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഇപ്പം ഞാൻ കോൾ എടുത്താൽ അത് ശരിയാവില്ല. ഞാനൊന്ന് ഓക്കെ ആയിട്ട് നാളെ കോളേജ് വെച്ച് നമുക്ക് സംസാരിക്കാം. അതാ നമുക്ക് നല്ലത്. ശരനും ഫ്രണ്ടും ഇന്ന് കോളേജിൽ വെച്ച് പറഞ്ഞതൊക്കെ എന്നെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുവാണല്ലോ. ശ്രീയും സാക്ഷിയും കാണാൻ നല്ല മാച്ചാണോ? ശ്രീക്ക് എനിക്ക് തോന്നിയ പോലെ സാക്ഷിയോട് ഇഷ്ടം വല്ലതും? അങ്ങനെ തോന്നാൻ പാടില്ല. സാക്ഷി എൻ്റെയാ. ഞാൻ സാക്ഷിയെ അത്രത്തോളം സ്നേഹിക്കുന്നില്ലേ? അവൾക്ക് എന്നെ ഇഷ്ടമല്ലേ? ശ്രീ എൻ്റെ ഫ്രണ്ടാ. ബട്ട് സാക്ഷിയായിട്ട് അവരങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കെന്താ ഇത്രയും ടെൻഷൻ? അമ്മ, കോളേജിൽ പോകാൻ ടൈമായി. ഫുഡ് എടുത്ത് വെക്ക്, കഴിക്കാം. തമ്പുരാട്ടി ഇറങ്ങി താഴെ വന്നോ? ഞാൻ എപ്പോഴേ ടേബിൾ എടുത്ത് വെച്ചിട്ടുണ്ടടി. അല്ല, എവിടെ നിങ്ങളുടെ ഭർത്താവ്? കാണാനില്ല. 2 ദിവസത്തേക്ക് നീ ടെൻഷൻ അടിക്കണ്ട. അച്ഛന് വീണ്ടും വയ്യാതായി. അങ്ങനെ അവിടേക്ക് പോയിരിക്കുക. ഇന്നും നാളെയും എന്തായാലും ശല്യം ചെയ്യാൻ അയാളോട് ഉണ്ടാവില്ല.
അതേതായാലും നന്നായി. ഒരു 5-6 ദിവസം കൂടെ അവിടെ നിൽക്കാൻ പറയും, അപ്പോൾ കുറച്ച് സമാധാനം കിട്ടുമല്ലോ. സാക്ഷി മോളെ, നീ നീ അമ്മയ്ക്ക് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ? ദേ ഞാനിപ്പോൾ ഇറങ്ങി പോവും കേട്ടോ. ഇങ്ങനെ കരയാനാണെങ്കിൽ എന്നോട് മിണ്ടണ്ട. അതിനാരും അറിഞ്ഞു ഞാനെങ്ങും കരഞ്ഞില്ല. ആ കണ്ണുടച്ചിട്ട് പറ. ശരി, അയാൾ എന്തായാലും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഈവനിങ് വന്നിട്ട് പൊളിക്കാം. ഞാനിപ്പോൾ പോയിട്ട് വരാവേ. ഇന്ന് ശ്രീയും ഋഷിയും വന്നിട്ടില്ലല്ലോ. ശ്രീ വിളിച്ചിട്ടെടുക്കില്ല, ഋഷിയെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? ഹലോ സാക്ഷി. ഋഷി, നീ എന്താ കോളേജിൽ വരാത്ത? ഇന്ന് ആബ്സെൻ്റ് ആണോ? അത് ഞാനിന്ന് ലീവാ. എനിക്ക് നല്ല പനിയുണ്ട്. ഓ, പനിയാണോ? ഓക്കെ ഓക്കെ, ഞാൻ കാണാത്തോണ്ട് വിളിച്ചതാ. നീ നന്നായിട്ട് റെസ്റ്റ് എടുക്ക്. നമുക്ക് നാളെ കാണാം. ശരിയടി, ബൈ. ഐ മിസ് യു. പനിയായതുകൊണ്ടാണ് ഞാൻ വരാത്ത. ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഐ നോ നീയും എന്നെ മിസ് ചെയ്യുന്നുണ്ടാവും. ഋഷിയുടെ മുത്തശ്ശി എവിടെയോ പോയിരിക്കുന്നല്ലേ പറഞ്ഞ? അവന് പനിയല്ലേ? അവനവിടെ ആരായിരിക്കും കെയർ ചെയ്യും? പാവം, ഒറ്റയ്ക്കായിരിക്കും. ഏതായാലും ഞാനൊന്ന് പോയാലോ? ശ്രീ പറഞ്ഞു തന്നിട്ടുള്ള വഴി എനിക്ക് ഓർമ്മയുണ്ട്. അയാൾ ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ പോയാൽ അയാൾ അറിയില്ലല്ലോ. ഒന്ന് പോയി ഋഷിയെ കണ്ടാലോ? ഇല്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല. ഇതല്ലേ ശ്രീ പറഞ്ഞെന്ന വീട്? ബെല്ലടിച്ചാലോ? ഇതായിരിക്കണം ഈശ്വര. സാക്ഷി, ഋഷി നിനക്കെങ്ങനെയുണ്ടിപ്പോൾ? നീ എങ്ങനെ ഇവിടെ എത്തി? ഒറ്റയ്ക്കാണോ വന്നേ? ഒറ്റയ്ക്കാ വന്ന. ഞാൻ അകത്തോട്ട് വന്നോട്ടെ? ഓ സോറി, ബാ, ഞാൻ മറന്നുപോയി. മുത്തശ്ശി വന്നോ? എവിടെ പോയിരിക്കുന്നു എന്ന് പറഞ്ഞോ? ഇവിടെ ഇല്ലേ? എവിടെയോ അല്ല, വല്യച്ഛൻ്റെ വീട്ടിൽ പോയതാ. ഇന്ന് ഈവനിങ് എത്തും. ആണോ? നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? മെഡിസിനൊക്കെ കഴിച്ചോ? നീ റെസ്റ്റ് എടുത്തോ നന്നായിട്ട്? ഞാൻ മെഡിസിൻ രാവിലെ കഴിച്ചിരുന്നു. സാക്ഷി, ഞാൻ കുറച്ചു നേരം നിൻ്റെ മടിയിൽ റെസ്റ്റ് എടുത്തോട്ടെ? എൻ്റെയോ? അതിനെന്താ? ഋഷി, ഇങ്ങനെ മടി കിടക്കുന്നുണ്ടായിരിക്കും നിനക്ക് ഉറക്കം വരാത്ത. ഒരു കാര്യം ചെയ്യാം, ഇതാ ഇനി നൂന്ന് കിടന്നോ. സാക്ഷി, ഞാൻ എൻ്റെ അമ്മയെ ഒരുപാട് മിസ് ചെയ്യുന്നു. ഒക്കെ ശരിയാവും. നീ നന്നായിട്ടൊന്ന് ഉറങ്ങി എണീക്ക്. പാവം, ഒരു പനി വന്നപ്പോഴത്തേക്കും ആള് ചുരുണ്ടുകൂടി. സമയം ഒരുപാട് പൊക്കോണ്ടിരിക്കുക. ഞാൻ പോട്ടെ, നീ നന്നായിട്ട് റെസ്റ്റ് എടുത്തോ. സാക്ഷി, അവൾ പോയോ? സമയം എത്രയായി? ഞാൻ ഇത്രയും നേരം ഉറങ്ങിപ്പോയോ? അവൾ വന്നിട്ട് അവളുടെ അടുത്ത് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പോലും എന്നെക്കൊണ്ട് പറ്റിയില്ല. ഈ പനി. ഞാനൊന്ന് അവളെ ഫോൺ ചെയ്താലോ? സാക്ഷിയുടെ മെസ്സേജ് ആണല്ലോ. ഋഷി, എങ്ങനെയുണ്ട് ഇപ്പോൾ? നീ എണീറ്റോ? ഞാനിങ്ങ് പോന്നു. ടൈം ഒരുപാടായില്ലേ? ഇനി നിന്ന വീട്ടിലറിയാം. അതൊക്കെ പോട്ടെ, നീ നന്നായിട്ട് റെസ്റ്റ് എടുക്ക്. നാളെ കോളേജിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോറി സാക്ഷി, നീ എന്നെ തേടി ഇവിടെ വന്നിട്ട് എനിക്ക് നിന്നോട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഐ എം സോ ഹാപ്പി നീ എന്നെ അന്വേഷിച്ചിങ്ങ് വന്നല്ലോ. അങ്ങനെ ഈ റിലേഷൻ ആ കോളേജിൽ ആരും അറിയാതെ ഇവർ സീക്രട്ടായിട്ട് കൊണ്ടുപോകുമായിരുന്നു. കോളേജ് ലൈഫിലെ പ്രണയം ഞാൻ പറയണ്ടല്ലോ. അവർ പരസ്പരം എൻജോയ് ചെയ്ത് നന്നായിട്ട് പൊയ്ക്കൊണ്ടിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഈ ദിവസങ്ങളിലൊക്കെ ഇവരുടെ റിലേഷനും നല്ല സ്ട്രോങ് ആയിട്ട് വന്നു. തേക്ക് സാക്ഷി പിരിയാൻ പറ്റാത്ത അവസ്ഥയായി. ഇതിനിടയിലും നമ്മുടെ ഷെറിൻ ഇവർക്കുള്ള പണികൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, ഷെറിൻ്റെ പണികൾ കാരണം നമ്മുടെ ഋഷിയുടെ പോസസീവ്നെസ്സും കെയറിങ്ങും ഒക്കെ വല്ലാണ്ട് കൂടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഋഷിക്ക് ശ്രീ സാക്ഷിയോട് സംസാരിക്കുന്നത് അടുക്കുന്നത് പോലും അത്ര ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ പേരിൽ അവർ തമ്മിൽ ഇടയ്ക്കൊക്കെ വഴക്കുണ്ടാക്കാറുമുണ്ട്. ഇതിനിടയിലും നമ്മുടെ സാക്ഷിയുടെ ബാസ്കറ്റ് ബോൾ പ്രാക്ടീസും നടക്കുന്നുണ്ട് കേട്ടോ. ശ്രീയും സാക്ഷിയും ഒരുമിച്ച് നിന്ന് സംസാരിക്കണ കണ്ട ആ പരിസരത്ത് ഋഷി ഉണ്ടാവില്ല. അവന് ദേഷ്യം വരും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഋഷിക്ക് വലിയ സ്നേഹം സാക്ഷിയുടെ അടുത്ത്. തിരിച്ചവൾക്കും അങ്ങനെ തന്നെയാണ്.
ഈയിടെയായിട്ട് ഋഷിയുടെ പെരുമാറ്റങ്ങളിൽ വരുന്ന മാറ്റവും പൊസസീവ്നെസ്സും ഒക്കെ നമ്മുടെ സാക്ഷിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അവനോടുള്ള സ്നേഹം കാരണം അവൾ അതൊക്കെ കണ്ടില്ല എന്ന് നടിക്കുക. അങ്ങനെ ഇരിക്കെ കോമ്പറ്റീഷൻ ഡേ വന്നെത്തി. ഋഷി ഇതെങ്ങോട്ട് മുങ്ങുക? ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യണ്ടേ? ഇനി അധികം ദിവസമില്ല കേട്ടോ. അതുകൊണ്ട് വാ, മര്യാദയ്ക്ക് വാ, നമുക്ക് കളിക്കാം. എടാ ഒരു മിനിറ്റ്, സാക്ഷിയുടെ മാച്ച് ഇന്നുണ്ട്, നമുക്കത് കാണണ്ടേ? അവളവിടെ എങ്ങനെയാണ് കളിക്കുന്നതെന്നൊക്കെ അറിയണ്ടേ? ഓ ഇന്നാണോ ദിവസം? ഞാനങ്ങ് മറന്നുപോയി. എന്നാ വാ, നമുക്ക് പോയി നോക്കാം. എന്തായി, അവൾ കളിക്കുന്നുണ്ടോ അതോ പേടിച്ച് പകച്ച് മാറി നിൽപ്പുണ്ടോ? ഇല്ല, കുഴപ്പമില്ല, കുറേയൊക്കെ കളിക്കുന്നുണ്ട്. പക്ഷേ ഉള്ളിൽ നല്ല പേടിയുണ്ടെന്ന് തോന്നുന്നു. ബോൾ നേരെ പിടിക്കാൻ അറിയാത്തവള് എങ്ങനെ ജയിച്ച? ശ്രീ നീ കണ്ടോ, ഞാൻ ജയിച്ചു. കൺഗ്രാറ്റ്സ്, നീ പൊളിച്ചു. അതെനിക്കറിയില്ലേ, ഐ എം സോ ഹാപ്പി. അല്ല, നീ മാത്രമേ വന്നുള്ളൂ, ഋഷിയെ കണ്ടില്ല. അവനെവിടെ? ഋഷി അവൻ ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇതെവിടെ പോയി? ഋഷിയല്ലേ ഇതാ പോകുന്ന, ഇവനെന്താ ഇങ്ങനെ പോകുന്ന? എന്നാലും ഇവനിതെവിടെ പോയി? ആദ്യം ഓടിയത് അവനാ. ആ പോക്ക് കണ്ടിട്ട് അത്ര ശരിയാണെന്ന് തോന്നുന്നില്ലല്ലോ. ശ്രീ നീ ഇവിടെ നിൽക്ക്, ഞാനൊന്ന് വാഷ്റൂം വരെ പോയിട്ട് വരാം, പെട്ടെന്ന് വരാം. ഋഷി നിൽക്ക്. എന്താ എന്താ പറ്റിയ? എന്തിനാ ഇങ്ങനെ പോകുന്ന? ഋഷി കാര്യം പറ, എന്ത് പറ്റി? ഈ സ്റ്റെപ്പ് കയറി നീ എങ്ങോട്ടാ പോകുന്ന? ഋഷി ഋഷി എന്താ ഇത്, എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? സാക്ഷി, ഞാൻ നിൻ്റെ ആരാ? എന്നോട് തമാശ കാണിക്കുന്നില്ലല്ലോ. നിനക്കെന്നോട് സീരിയസ് ആയിട്ട് ഇഷ്ടമല്ലേ? ഋഷി എന്താ ഇപ്പം ഇങ്ങനെ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എന്നെന്തു പറ്റി? സാക്ഷി, എന്നെ നിനക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്നോട് പറയണം. എന്താ ഋഷി ഇത്? എന്തൊക്കെയായി പറയുന്നത്? അതിന് മാത്രം എന്താ ഇവിടെ ഉണ്ടായ? നിനക്കിതെന്താ പറ്റിയ? എനിക്ക് നിന്നെ മാത്രമല്ലേ ഇഷ്ടമുള്ളൂ. ഞാൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ അല്ല. നിനക്ക് എന്നെക്കാളും ബെറ്റർ ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നീ അത് ചൂസ് ചെയ്തോ. ഋഷി നീ എന്തൊക്കെയായി പറയുന്നത്? നിനക്ക് എന്താ പറ്റിയ? ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഇപ്പം ഇവിടെ എന്താ? സാക്ഷി, ഞാൻ ഫിനാൻഷ്യലി ഒട്ടും ഓക്കെ അല്ല. നിനക്ക് ഞാൻ ഓക്കെ ആണോ? ഋഷി ഫിനാൻഷ്യലി അതൊക്കെ എന്തിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? നമ്മുടെ മനസ്സുകൾ തമ്മിലല്ലേ ഇഷ്ടം. ഐ ട്രസ്റ്റ് യു. നിന്നെയൊക്കെ ഫോളോ ചെയ്ത് ബാക്കിൽ നിന്ന് വന്നത് നന്നായി, അല്ലെങ്കിൽ ഈ സീന് കാണാൻ പറ്റില്ലല്ലോ. ഈ ഫോണിൽ ഈ വീഡിയോ കിടക്കട്ടെ, എത്തിക്കാനെടുത്ത് ഞാനങ്ങ് എത്തിച്ചോളാം. ഋഷി മതി, അവിടെ ശ്രീ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ വാഷ്റൂമിൽ പോകുന്നെന്ന് പറഞ്ഞിട്ടാണ് വന്ന. ബാ നമുക്ക് താഴേക്ക് പോവാം. സോറി, നീ മാച്ച് ജയിച്ചിട്ട് ഞാൻ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ല. നിൻ്റെ മൂഡ് ഞാൻ സ്പോയിൽ ചെയ്തോ? എന്ത് ചെയ്യാനാ? എൻ്റെ ഓരോ ദിവസം പൊക്കോണ്ടിരിക്കുമ്പോൾ നീ എന്നെ വിട്ടു പോകുമെന്ന് മനസ്സിലാരോ പറയും പോലെ. സാക്ഷി, നീ അങ്ങനെ എന്നെ വിട്ട് പോവില്ലല്ലോ അല്ലേ? ആ ഞാനങ്ങ് പോവും. അല്ല പിന്നെ നിന്നോടല്ലേ പറഞ്ഞേ ഞാൻ കൂടെ ഉണ്ടാവുമെന്ന്, പിന്നെന്താ? സോറി, വാ പോവാം. എന്തിനാ ഇതൊക്കെ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്ന? അതിന് മാത്രം എന്താ ഉണ്ടായ? എന്താ ഉണ്ടായേന്നോ? നിന്റെ സന്തതി ഇങ്ങോട്ട് വരട്ടെ. കണ്ടവന്മാരോട് അഴിഞ്ഞാടി നടക്കുക അവള്. അവളോട് ഞാൻ ആ ശ്രീജിത്തിനോട് എടുക്കാൻ വന്നപ്പോ അവള് വലിയ പതിവ്രത. അവളുടെ അഴിഞ്ഞാട്ടമൊക്കെ ഞാൻ ഇന്ന് ഫോണിൽ കൂടെ കണ്ടു. ഇങ്ങോ വരട്ടെ. നിങ്ങൾ എന്തൊക്കെയായി പറയുന്ന? അവൾ എന്തഴിഞ്ഞാടിന്ന? അവളെ പറ്റി ഇല്ലാത്തതൊന്നും പറയരുത്. ഞാൻ ക്ഷമിച്ചൊന്നും വരില്ല. എന്താടി നിന്റെ സൗണ്ടിനൊക്കെ ഒരു മാറ്റം?
മോളും തള്ളയും കൂടെ ചേർന്നാണോ ഈ പരിപാടിക്ക് ഇറങ്ങുന്നത്? ആണോന്ന്? ആണെങ്കിൽ ഞാൻ അറിയുന്നവരേ ഉള്ളൂ അതൊക്കെ. എന്തിനാ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ബഹളം ഉണ്ടാക്കുന്ന? ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല. അമ്മ എന്താ ഇത്, ഗ്ലാസ്സൊക്കെ പൊട്ടിച്ച് അമ്മ എന്തിനാ കരയുന്ന? ഭരണം അഴിഞ്ഞാടി തിമിർത്ത് ഇപ്പോഴാണോ അങ്ങോട്ട് വരുന്നത്? ഞങ്ങൾ എന്തൊക്കെയാ വിളിച്ച് പറയുന്ന? അഴിഞ്ഞാടിയോ? നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നു? മോളെ ആരോട് സംസാരിക്കണ്ട, ശരിയാവില്ല. ഇന്ന് കോളേജ് റൂഫ് ടോപ്പിൽ എന്തായിരുന്നു നീയും ആ മറ്റവനും കൂടെ? ഇതൊന്നും ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചല്ലേ? വീഡിയോ സഹിതം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഈശ്വര, അതൊക്കെ എങ്ങനെ ഇയാളുടെ കയ്യില്? എന്താടി വീഴ്ച നോക്കുന്നേ? അവനെ പറ്റി ഞാൻ അന്വേഷിച്ചു. കാശിന് ഗതിയില്ലാത്തൊരുത്തൻ. അവനെ നിനക്ക് കിട്ടിയുള്ളൂ. ഇത് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ഇതെൻ്റെ ജീവിതം. ഞാൻ വിചാരിക്കേണ്ട ആരുടെ കൂടെ ജീവിക്കണം, ആരുടെ കൂടെ ജീവിക്കണ്ടെന്ന്. അവന് കാശിന് വിലയില്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതിയോ? കാശില്ലെങ്കിൽ ആർക്ക് വേണം? ഞങ്ങളുടെ കാശൊക്കെ നിങ്ങളെടുത്തോ, ഞങ്ങളെ വെറുതെ വിട്ടേക്ക്. കേട്ടോടി നിന്റെ മോള് പറയുന്നത്? കേട്ടോന്ന്? ഞാൻ പറയുന്നതിന് അമ്മ എന്തിനാ ഉപദ്രവിക്കുന്നേ? നീ പറയുന്ന ഓരോന്നിനും ഇവൾ അനുഭവിക്കും, മനസ്സിലായോ? സൂക്ഷിച്ച് സംസാരിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. പ്ലീസ് ഇവിടെ നിന്ന് പോയി തരൂ. ഞങ്ങളുടെ സ്വത്തൊക്കെ നിങ്ങളെടുത്തോ, ഞങ്ങൾക്കൊന്നും വേണ്ട. ഞങ്ങളെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിട്ടാൽ മതി, സമാധാനമായിട്ട്. എൻ്റെ അച്ഛനുണ്ടാക്കിയ ഒക്കെ തരാം, ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ഇവിടെ നിന്ന് പോയി തരുമോ? അച്ഛനങ്ങ് ഉണ്ടാക്കി വച്ചേക്കുമല്ലേ? ഒരു കാര്യം ഞാൻ പറയാം, ശ്രീജിത്തുമായിട്ടുള്ള നിന്റെ കല്യാണം അതായിരിക്കും ഫൈനൽ. ആ കാശിന് വിലയില്ലാത്തവനെടുത്ത് മനസ്സിനെടുത്ത് കളഞ്ഞോ, ഇല്ലെങ്കിൽ ഞാൻ ഫാമിലിയോട് തകർക്കും. അവനെപ്പറ്റി ഞാൻ അന്വേഷിച്ചു. എന്തിനാ ഞങ്ങളിങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. എന്നെ എൻ്റെ അമ്മയും വെറുതെ വിട്ടൂടെ? നീയൊക്കെ പൊന്മുട്ടയിടുന്ന താറാവാ. ഞാൻ പറയുന്നതിനപ്പുറം ഈ ഫാമിലിയിലൊന്നും നടക്കില്ല, അറിയാലോ. ഋഷി, ആ ചെക്കനെ നീ വിട്ടില്ല എന്നുണ്ടെങ്കിൽ അവന്റെ ഫാമിലിയോട് ഞാൻ കുളം തോണ്ടും. ഇപ്പൊ തന്നെ ഏതാണ്ട് ബിസിനസ് ഒക്കെ പൊട്ടിയിരിക്കുക. ഉള്ള ഷെയർസ് കൂടെ ഞാൻ പിൻവലിക്കാനുള്ള ഏർപ്പാട് ചെയ്യും. അങ്ങനെയൊന്നും ചെയ്യരുത്. ഞാൻ കാരണം ആ കുടുംബം അവരിപ്പോൾ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. എന്തിനാ ഇങ്ങനെയൊക്കെ? നിങ്ങൾ പറയുന്ന എന്തും ഞാൻ കേൾക്കാം, പക്ഷേ അവരുടെ ഫാമിലി അത് വെറുതെ വിടണം, പ്ലീസ്. ഗുഡ് ഗേൾ. ഞാൻ പറയുന്നത് എന്തോ അത് നീ അനുസരിച്ച. അവന്റെ ഫാമിലിയോ അവനെയോ ഞാൻ ഒന്നും ചെയ്യില്ല. മറിച്ചാണെങ്കിൽ അറിയാലോ. അറിയാം, നിങ്ങളെപ്പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ പറയുന്നൊക്കെ ഞാൻ അനുസരിക്കാം. എന്തിനാ ഈശ്വര ഞങ്ങളോടിങ്ങനെ? എൻ്റെ മോളുടെ ഈ അവസ്ഥ നീ കാണുന്നില്ലേ? ഞങ്ങളെയും കൂടെ കൊണ്ടുപോകുന്നില്ലേ അവളുടെ അച്ഛൻ്റെ കൂടെ? അല്ല, സാക്ഷി ഇതുവരെ കാണുന്നില്ലല്ലോ. ഇതെവിടെ പോയി? ഇന്നിനി വരില്ലേ? ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ അറ്റൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ. ഇതെന്ത് പറ്റി? അറിയില്ല. ഇന്നലെ രാത്രി തൊട്ടേ ഞാൻ വിളിക്കാം, മെസ്സേജും അയച്ചു, ഒരു റിപ്ലൈ ഇല്ല. ഫോൺ എന്തെങ്കിലും കേടായി പോയോ? ഒരു ഐഡിയ ഇല്ല. എന്ത് ചെയ്യാൻ, എങ്ങനെ അറിയാൻ? കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കാം. നമുക്ക് ക്ലാസ്സിൽ പോകാം, ഇൻ്റർവെല്ലിന് നോക്കാം എന്താന്ന്. ഏതായാലും ഇനി ഇൻ്റർവെല്ലിൽ നോക്കാം. ശ്രീ, നീ ക്ലാസ്സിലേക്ക് പോക്കോ, ഞാൻ ലൈബ്രറി വരെ ഒന്ന് പോയിട്ട് വരാം. ഇവിടെയല്ലേ ഞാൻ അന്ന് ആ നോട്ട് കണ്ടത്? ഇപ്പോൾ അത് കാണുന്നില്ലല്ലോ. ഇതെവിടെ പോയി? വള്ളി കാലി ചുറ്റി. ഇപ്പം ശരിയാക്കി തരാം, ഒരു മിനിറ്റ്. എടി, നീ അറിഞ്ഞോ നമ്മുടെ സാക്ഷിയുടെ ഫാദറും നമ്മുടെ ശ്രീയുടെ അച്ഛനും ഇല്ലേ, അവർ തമ്മിൽ പണ്ട് സ്കൂൾ മേറ്റ് ആയിരുന്നു എന്ന്. അതുകൊണ്ടായിരിക്കും ഇവർ തമ്മിൽ ഇത്ര കൂട്ട്, അല്ലേ? ആണോ? ഇനിയിപ്പോൾ ഡ്രാമയിലൊക്കെ കാണുന്ന പോലെ ഇവർ രണ്ടൊരു വല്ല സീക്രട്ട് റിലേഷൻഷിപ്പിൽ വല്ലതും ആണോടി? കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നേ. ശ്രീന്ന് നല്ല മൂഡ് ഓഫാ സാക്ഷി വരാത്തതിൽ. ഇനിയിപ്പോൾ വല്ല സീക്രട്ട് റിലേഷൻഷിപ്പ് ആണെങ്കിലും സാരമില്ല, രണ്ടും നല്ല മാച്ച് ആയതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സീക്രട്ട് റിലേഷൻഷിപ്പോ? അവരോ? ഇവരെന്തൊക്കെയായി പറയുന്നത്? ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല. സാക്ഷിയെ നാളെ തന്നെ കോളേജിൽ എല്ലാവരും മുമ്പിലും വെച്ച് പ്രപ്പോസ് ചെയ്യണം. ഋഷിക്ക് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഇറിറ്റേഷൻ. അവൻ നാളെ തന്നെ സാക്ഷിയെ പ്രപ്പോസ് ചെയ്യാൻ തീരുമാനിച്ചു. മാത്രമല്ല, സാക്ഷി ഫോൺ കോൾസ് ഒന്നും അറ്റൻഡ് ചെയ്യാത്തതിലും അവന് നല്ല സങ്കടമുണ്ട്. നെക്സ്റ്റ് ഡേ. ശ്രീ, നീ ഫോൺ വിളിച്ചിട്ട് സാക്ഷി എടുത്തോ? ഞാൻ ഇന്നലെയും ഇന്നുമൊക്കെ ഒരുപാട് തവണ വിളിച്ചു, അവളെടുത്തില്ല. ഇന്നിനി വരില്ലേ? സാക്ഷിയല്ലേ ഇതോ വരുന്നത്? എവിടെ? ഈശ്വര, ഋഷിയാണല്ലോ. അവനെ കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സൊക്കെ, ഞാൻ എങ്ങനെയാ അവനോട് ബാഡായിട്ട് ബിഹേവ് ചെയ്യാൻ? എനിക്ക് ശക്തി തരണേ. സാക്ഷി, നീ എന്താ അങ്ങോട്ട് പോകുന്നത്? ഞങ്ങളിവിടെ നിൽക്കുന്ന കണ്ടില്ലേ?
ഒരു മിനിറ്റ് ഒന്ന് നിൽക്ക്, ഒരു കാര്യം പറയാനുണ്ട്. എന്താ? എനിക്ക് ക്ലാസ്സിൽ പോകണം, ബെല്ലടിക്കാറായി. ഞാൻ പോട്ടെ. പോവാം, നിൽക്ക്. നീ എന്താ ഇങ്ങനെ? എനിക്കിതിനോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? പെട്ടെന്ന് പറ, എനിക്ക് പോകണം. സാക്ഷി, ഞാൻ ഒത്തിരി ആലോചിച്ചു. ഇനി നമ്മുടെ ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ സീക്രട്ടായിട്ട് കൊണ്ടുപോകണതിൽ അർത്ഥമില്ല. സോ ഈ കോളേജിലെ മൊത്തം ആൾക്കാരെ സാക്ഷി നിർത്തി ഞാൻ നിന്നോട് പറയുക, ഐ ലവ് യു. ഐ ലവ് യു ഫോർ എവർ. നിനക്കെന്നെ ഇഷ്ടമല്ലേ? ഈശ്വര, ഇതൊക്കെ കേൾക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാ. പക്ഷെ എൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെ ആയിപ്പോയല്ലോ. സോറി. നീ എന്താ ഈ ആലോചിക്കുന്ന? ഈ റോസ് വാങ്ങിക്ക്. ഇന്നലെ ഇവളുടെ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായില്ലേ? ഇവൾക്കൊരു കുഴപ്പമില്ലാതെ നിൽക്കുവാണല്ലോ. സാക്ഷി, ഇതിലിപ്പോൾ ആലോചിക്കാൻ മാത്രം എന്താ? ഞാനിങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ നീ സർപ്രൈസ് ആയിപ്പോയോ? ഋഷി, ഞാനിവിടെ വരുന്നത് പഠിക്കാനാ. എനിക്ക് നിന്നോട് അങ്ങനെയൊന്നുമില്ല. അതൊക്കെ വേറെ ഒരു തമാശയായിരുന്നു. എടി, പ്രാങ്ക് ചെയ്യല്ലേ? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ സത്യമോ പറഞ്ഞ, നീ ഞാൻ ഒരിക്കലും മാച്ചാവില്ല. എൻ്റെ കൺസെപ്റ്റിലുള്ള ഒരാളെ അല്ല നീ. പിന്നെ നിന്നോട് അങ്ങനെയൊക്കെ ഞാൻ പെരുമാറിയത് ഇറ്റ്സ് ജസ്റ്റ് എ ഫൺ. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല, ഒന്നും. ഇനി എന്നെ ശല്യം ചെയ്യരുത്. ഇതുപോലെയൊന്നും എൻ്റെ അടുത്ത് വേണ്ട. സാക്ഷി, നിനക്കെന്താ പറ്റിയേ? ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നീ. പെട്ടെന്നല്ല, ഞാൻ ഒരുപാട് ആലോചിച്ചു. നീ പറഞ്ഞത് ശരിയാ. ഫിനാൻഷ്യലി നീ ഒട്ടും സ്റ്റേബിൾ അല്ല. നമ്മുടെ ലൈഫ് അതൊരിക്കലും ഹാപ്പി ആവില്ല. സോ ഇപ്പം എൻ്റെ ആൻസർ നോ എന്നാ. സാക്ഷി, ഫിനാൻഷ്യലി ആണ് നീ പറയുന്നെങ്കിൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് നിന്നെ ഹാപ്പി ആയിട്ട് നോക്കിക്കോളാം. എന്നോട് ഇങ്ങനെയൊന്നും പറയരുത് പ്ലീസ്. നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവൂലേ? എനിക്കിനി ഈ റിലേഷൻഷിപ്പിൽ താല്പര്യമില്ല. ജസ്റ്റ് എൻഡ് പ്ലീസ്. ഞാൻ ക്ലാസ്സിൽ പോവാം. ഈ ടോപ്പിക്ക് ഇവിടെ വിട്ടേക്ക്. ഇതിനെപ്പറ്റി സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ബൈ. സാക്ഷി, നിൽക്ക്. ഞാനൊന്ന് പറയട്ടെ പ്ലീസ്. മാറി നിൽക്ക്, തൊട്ട് പോരുത് തന്നെ. സാക്ഷി പ്ലീസ്, ഞാനൊന്ന് പറയട്ടെ. ഇവർക്ക് ഇതെന്താ പറ്റിയ? ഇതെന്താ ഇങ്ങനെ? എനിക്കൊന്നും കേൾക്കണ്ട. നീ എൻ്റെ ആരുമല്ല. എനിക്ക് ഈ റിലേഷൻഷിപ്പ് താല്പര്യമില്ല. പോരെ, എന്നെ ശല്യം ചെയ്യരുത് പ്ലീസ്. കാല് പിടിക്കാൻ ഞാൻ. സാക്ഷി പ്ലീസ്, എന്നെ അവോയ്ഡ് ചെയ്യല്ലേ. എനിക്ക് നിന്നെ വേണ്ട, അത്ര തന്നെ. പ്ലീസ് എന്നെ വിട്ടേക്ക്. സോറി ഋഷി, എനിക്ക് വേറെ വഴിയില്ല. നിന്റെ നല്ലതിന് എനിക്കിതേ പറ്റൂ. സാക്ഷി, നീ എന്നെ ചീറ്റ് ചെയ്യുമായിരുന്നോ? ആ ദിവസമായിരുന്നു ഞങ്ങൾ മൂന്നുപേരും ഒരുമിച്ച് ആ കോളേജിൽ ലാസ്റ്റ് ഡേ. പിന്നീട് സാക്ഷിയും ഋഷിയും ആ കോളേജിൽ വന്നിട്ടില്ല. രണ്ടുപേരെയും മാറി കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. പിന്നീട് അറിഞ്ഞത് ഋഷി ഹോസ്പിറ്റലിലാണെന്ന്. സാക്ഷിക്ക് എന്തു പറ്റി? അന്നത്തെ ഇൻസിഡൻറ്റിന് ശേഷം അവൾ പുറത്തിറങ്ങിയിട്ടില്ല. ആ റൂമിൽ തന്നെ കുത്തിയിരിപ്പായി. ഇതാണ് അവസരമെന്ന് പറഞ്ഞ് അവളുടെ സ്റ്റെപ്പ് ഫാദർ അവളുടെ പഠിത്തം അങ്ങ് നിർത്തിച്ചു. അവളുടെ അമ്മയ്ക്ക് കൂടുതൽ സങ്കടമായി. പെട്ടെന്നൊരു ദിവസം അവളുടെ അമ്മ പുറത്തു പോയപ്പോൾ ഒരു ആക്സിഡൻറ്റ്. ആ ആക്സിഡൻറ്റിൽ അവർക്ക് നടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ. എക്സാക്റ്റ്ലി പറഞ്ഞാൽ കോമയിലായിപ്പോയി എന്ന് പറയാം. അതിനുശേഷം അവൾ പുറത്തിറങ്ങാനും ഡ്രോയിങ് വരയ്ക്കാനൊക്കെ പോകാൻ തുടങ്ങിയത്. കോളേജിലെ ആ ഇൻസിഡൻറ്റിന് ശേഷം ഋഷി മെൻ്റലി ഡിപ്രസ്ഡ് ആയി നമ്മൾ അറിഞ്ഞപ്പോൾ അവൾക്ക് പിന്നെ കോളേജിൽ വരാനോ ഒന്നിനും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. ആ ടൈമിൽ മുത്തശ്ശി വിളിച്ചു പറഞ്ഞു ഋഷി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്ന്. ഞങ്ങളപ്പോൾ തന്നെ നാട്ടിലെത്തി. 4 ദിവസം കഴിഞ്ഞാൽ അവനും ഓർമ്മ വന്നത്. അപ്പോൾ അവൻ പറഞ്ഞു അമ്മയെ മിസ് ചെയ്തു, ഞങ്ങളെയൊക്കെ മിസ് ചെയ്തു എന്നാ. അതിൻ്റെ പിന്നിൽ ഇങ്ങനൊരു സ്റ്റോറി ഉണ്ടാവുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അവനെല്ലാം ഒറ്റയ്ക്ക് സഹിക്കുകയായിരുന്നു. അവർ രണ്ടുപേരും ഒരേ സിറ്റുവേഷനിലൂടെ കടന്നു പോയത്. ആക്ച്വലി സത്യങ്ങൾ എന്താണെന്ന് ഋഷിക്കറിയില്ല. അവൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ചിന്തിച്ച് സാക്ഷിയോട് പ്രതികാരം ചെയ്തുകൊണ്ടിരിക്കുക. അറിയാം, അതറിഞ്ഞതുകൊണ്ടാണ് നിങ്ങളവരെ പറ്റി സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വന്നത്, ആ സ്റ്റോറി മൊത്തവും പറഞ്ഞത്. കാരണം ഞാനോ സാക്ഷിയോ അവനോട് സംസാരിക്കാമെന്ന് വെച്ചാൽ അവൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എനിക്ക് മനസ്സിലാവും നിങ്ങളുടെ അവസ്ഥ. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഇനി സാക്ഷിക്ക് ഒരു കുഴപ്പവും വരില്ല. ഞാനാ വാക്കിരുന്ന, ഞാൻ നോക്കിക്കോളാം അവരുടെ കാര്യം. ഐ ട്രസ്റ്റ് യു. ഞാൻ പോവുക. ബായ്, പിന്നെ കാണാം.